வணக்கம் நண்பர்களே. நேற்று கரூரில் நடந்த கொடிய சம்பவம். உயிரிழந்த அனைவருக்கும் என்னுடைய மனமார்ந்த அஞ்சலியை செலுத்துகிறேன். நான் തിരുവനന്തപുരത്തിലേക്ക് ഇപ്പോൾ താമസിக்கிறேன். என்னோட പൂർവിക ഇടം തമിഴ്നാട് താൻ. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ തിരുവാങ്കോട് എന്ന ഇടത്തിലേക്ക് എന്നോട് അപ്പാவோட പൂർവിക ഇടം. ഞാനിപ്പോൾ തിരുവനന്തപുരത്തിലേക്ക് താമസിக்கிறேன். എനിക്ക് நல்லபடியாக தமிழ் பேச தெரியாது. தமிழ் தெரியும், ஆனாலும் தமிழ் நல்ல രീതിയിൽ பேச தெரியாது. ഞാൻ മലയാളത്തിലേ പേசுகிறேன். മനുഷ്യജീവൻ പൊലിയുന്നത് ഇതാദ്യ സംഭവമല്ല. അതും തിക്കിലും തിരക്കിലും പെട്ട് ഇങ്ങനെ ഒരു ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ആദ്യ സംഭവങ്ങളില്ല. ഉത്സവങ്ങൾ, കായികമേളകൾ, അങ്ങനെ സമ്മേളനങ്ങൾ, അങ്ങനെ നിരവധി പ്രദേശങ്ങളിൽ തിക്കിലും തിരക്കിലും പെട്ട് മനുഷ്യജീവനങ്ങൾ പൊലിഞ്ഞു പോകുന്നുണ്ട്. ഇത് കാരണം ആരാണ്? ഈ ദുരന്തം വിതയ്ക്കുന്നത് ആരാണ്? ഈ ദുരന്തം വിതയ്ക്കുന്നവരാരും ദുരന്തം കൊയ്യുന്നില്ല. അവർ സുഖമായിട്ട് മാറിപ്പോവുകയോ സുഖമായിട്ട് ഇന്നും ജീവിക്കുകയോ ചെയ്യുന്നുണ്ട്. നിരവധി ദുരന്തങ്ങൾ, മദ്യദുരന്തം, അങ്ങനെ ശരിക്കും പാലാപകടം, ഇതൊക്കെ ദുരന്തത്തിൻ്റെ സൃഷ്ടാവ് സംരക്ഷിക്കപ്പെടുന്നു. ജീവൻ പൊലിയുന്നത് പാവങ്ങളാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ജീവൻ വലുതാണ്. നമ്മൾ ഈ തിക്കിലും തിരക്കിലും പെടാതിരിക്കുക. അതിനെ നമ്മൾ വിവേകപൂർവ്വം ചിന്തിക്കണം. നമുക്കിന്ന് നമ്മൾ മൊബൈലിൽ ഇരുന്ന് തന്നെ, വീട്ടിലിരുന്ന് തന്നെ ഏത് സമയത്തും എല്ലാ കാര്യങ്ങളും വീക്ഷിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് തിക്കിലും തിരക്കിലും പെടാതിരിക്കുക. നിങ്ങൾ ഉത്സവം കാണണം. എല്ലാ സമൂഹ ഉത്സവങ്ങളിൽ, സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പങ്കെടുക്കണം. അത് വേണ്ടെന്നല്ല പറയുന്നത്. വിവേകപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കുക. അമിതമായ തിരക്കിൽ പെടാതിരിക്കുക. പലപ്പോഴും തിരക്ക് കൂടുമ്പോൾ മനുഷ്യന് വെപ്രാളമാണ്. അവർക്ക് വിവേകപൂർവ്വം ചിന്തിക്കാൻ കഴിയില്ല. ആ സമയത്ത് ഇതിൽ കുട്ടികൾ പെട്ടുപോകും, സ്ത്രീകൾ പെട്ടുപോകും. അവരാരും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതിനാൽ വിവേകപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കുക. നന്ദി.